പാകിസ്ഥാനിലെ 8 നഗരങ്ങളിൽ അതിരൂക്ഷമായ ആക്രമണമാണ് ഇന്ത്യൻ സൈന്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനത്തിന് അതിശക്തമായ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ 3 വിമാനത്താവളങ്ങൾ ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നുവെന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുകയാണ്. തുടർച്ചയായ 2ാം ദിവസവും അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ ഷെല്ലാക്രമണം, നിരപരാധികളായിട്ടുള്ള ജമ്മു നിവാസികൾക്ക് നേരെ അതുപോലെ ഇന്ത്യക്കാർക്ക് നേരെ അതിരൂക്ഷമായ ഷെല്ലാക്രമണവും മോട്ടോർ ആക്രമണവുമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. ഇതിന് ഇന്ത്യ നൽകുന്ന മറുപടി പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലടക്കം 8ഓളം നഗരങ്ങളിൽ അതിശക്തമായ ആക്രമണം, ഇന്ത്യയുടെ പോർ വിമാനങ്ങൾ അതിശക്തമായ ബോംബാക്രമണമാണ് ഈ മേഖലകളിൽ നടത്തിയത്. ശനിയാഴ്ച പുലർച്ചെ നിരവധി തവണ ഈ മേഖലകളിൽ സ്ഫോടനമുണ്ടായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇസ്ലാമാബാദിൽ നിന്ന് 10 കിലോമീറ്റർ താഴെ മാത്രം അകലെയുള്ളതും രാജ്യത്തിന്റെ സൈനിക ആസ്ഥാനത്തോട് ചേർന്നുള്ളതുമായ റാവൽപിണ്ടിയിലെ നൂർ ഖാൻ വിമാനത്താവളം ഉൾപ്പെടെ 3 വിമാനത്താവളങ്ങളിലാണ് സ്ഫോടനങ്ങൾ നടന്നതെന്ന് പാകിസ്ഥാന്റെ മാധ്യമങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ആക്രമണം ശനിയാഴ്ച പുലർച്ചെ പാകിസ്ഥാനിലുടനീളം ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാന്റെ 8 നഗരങ്ങൾ ഇസ്ലാമാബാദ്, റാവൽപിണ്ടി, സിയാൽകോട്ട്, ലാഹോർ, പെഷവാർ, ഗുജ്റൻവാല, അട്ടോക് അടക്കമുള്ള നഗരങ്ങളിലാണ് ഇന്ത്യയുടെ അതിശക്തമായ പ്രത്യാക്രമണം ഉണ്ടായത്. പാകിസ്ഥാൻ അതിർത്തിയിൽ തുടരുന്ന പ്രകോപനങ്ങൾക്ക് ഇന്ത്യ അതേ ഭാഷയിൽ തന്നെ മറുപടി നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ ആക്രമണങ്ങൾക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കരസേന, നാവികസേന, വ്യോമസേന മേധാവിമാരുമായി കൂടിക്കാഴ്ച നടത്തും. വരും മണിക്കൂറുകളിലുള്ള ആക്രമണത്തിന്റെ തന്ത്രങ്ങൾ മെനയും. എന്തായാലും പാകിസ്ഥാന് അതിശക്തമായ മറുപടി കൊടുക്കുക എന്നത് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം. ഇന്ത്യയുടെ കൂടുതൽ സൈനിക സംവിധാനങ്ങൾ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അതിർത്തികളിൽ, ഇന്ത്യ പാക് അതിർത്തികളിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കാനുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം കരസേനാ മേധാവിക്ക് പ്രതിരോധ മന്ത്രി നൽകിയിരുന്നു. കൂടുതൽ ആക്രമണത്തിന് ഇന്ത്യ തയ്യാറെടുക്കുന്നു. അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ അതിർത്തിയിൽ മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പുകളും ഇന്ത്യ തുടരുകയാണ്.